ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദ്യപാനം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ ബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം ശക്തമായി എതിർത്ത ഒരു വിഷയമാണ് മദ്യപാനം. പരലോകത്ത് അതിന്റെ ശിക്ഷ അതികഠിനമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, ഇന്നമൽ ഖംറു, നിക്ഷയം മദ്യം, വൽ മൈസിറു, ചൂതാട്ടം, ലോട്ടറി പോലെയുള്ള ചൂതാട്ടം, വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അതുപോലെ വിഗ്രഹ ആരാധനകളും മറ്റുമൊക്കെ പൈശാചിക പ്രവർത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അത് വെടിയണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. ഇസ്ലാമിലെ ഏറ്റവും കടുത്ത തിന്മ ബഹുദൈവ വിശ്വാസമാണ്, ബഹുദൈവ ആരാധനയാണ്. എന്നാൽ അതിനോട് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു മദ്യത്തെ എണ്ണിയത്, അള്ളാഹു ചൂതാട്ടത്തെ എണ്ണിയത്. അള്ളാഹു എന്നിട്ട് പറയുന്നത് അതൊക്കെ ദിജ്സുൻ, തിന്മയാണ്, പൈശാചിക പ്രവർത്തികളിൽപ്പെട്ടതാണ്. നിങ്ങൾ അത് വെടിയണം, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അപ്പൊ പരലോകത്ത് വിജയം കിട്ടണമെങ്കിൽ തീർച്ചയായും മദ്യപാനം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ മസ്താക്കുന്ന വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും അത് ഹറാമാണ്. മദ്യം മാത്രമല്ല, അതുപോലെ കഞ്ചാവും അതുപോലെ മസ്താക്കുന്ന എല്ലാ വസ്തുക്കളും നാം വെടിയേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുകയില്ല, അവന്റെ ഈമാൻ ഉള്ള നിലക്ക് അവൻ വ്യഭിചരിക്കുകയില്ല. ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടേ അവൻ അത് ചെയ്യൂ. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ, മദ്യപിക്കുന്നവൻ മദ്യപിക്കുകയില്ല, അവൻ ഈമാൻ ഉള്ള നിലക്ക് അവന്റെ ഈമാൻ നഷ്ടപ്പെടും. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, കക്കുന്നവൻ കക്കുകയില്ല, അവൻ ഈമാനുള്ള നിലക്ക്. അതുകൊണ്ട് തന്നെ നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത്തരം തിന്മകളിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള വഴികൾ നോക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ ഫലാ യശ്റബു അൽ ഖംർ, അവൻ മദ്യം കഴിക്കരുത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദതി യശ്റബു അലൈഹ അൽ ഖംർ, അല്ലാഹുവിന്റെ അന്ത്യനാൾ വിശ്വസിക്കുന്നവനാണെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരു മേശയിൽ അവൻ ഇരിക്കരുത്. എന്നിട്ട് പറയുന്നു, മൻ ശരിബ ഹസ്വത മിനൽ ഖംരി, മദ്യത്തിന്റെ ഒരു കോപ്പ ഒരാൾ കഴിച്ചാൽ ലാ യഖ്ബലില്ലാഹു മിൻഹു സലാസത അയ്യാമിൻ സർഫൻ വലാ അദല, അവന്റെ സുന്നത്തോ ഫർളോ ആയ നിസ്കാരമോ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വമൻ ശരിബ കഅസൻ ലം യഖ്ബലില്ലാഹു സ്വലാത്ത 40 സബാഹൻ, മദ്യപാനം കഴിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം തള്ളപ്പെടുന്നതാണ്. വമുദ്മിനുൽ ഖംരി ഹഖ്ഖുൻ അലല്ലാഹി അയസ്ഖിയഹു മിൻ നഹ്റിൽ ഖബാൽ, മദ്യപിക്കുന്നവൻ അല്ലാഹു അവനെ നഹ്റുൽ ഖബാൽ എന്ന നരകത്തിന്റെ ഒരു ഭാഗത്തേക്കിടും. സ്വഹാബികൾ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, എന്താണ് നഹ്റുൽ ഖബാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വദീദു അഖിലിന്നാർ, അത് നരകവാസികളുടെ ചീഞ്ചലമാണ്. ആ ചീഞ്ചലമാണ് അവന്റെ ചൂടുള്ള ചീഞ്ചലമാണ് അവൻക്ക് കുടിപ്പിക്കപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനിയും ധാരാളം വചനങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് മദ്യപാനം കടുത്ത തിന്മയാണ്, നരകത്തിലെ ചീഞ്ചലം കുടിക്കേണ്ടി വരും എന്നത് നാം ഓർക്കണം. ഈമാനുള്ളവരാണെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് നാം അത്തരം കാര്യങ്ങൾ തൊട്ട് തടയണം, അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഇനിയുമുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പറയാം.